അമ്പലത്തില് സപ്താഹം നടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് അന്നദാനം ഉണ്ട്. അപ്പം പെട്ടെന്ന് തന്നെ കുളിച്ചൊരുങ്ങി നേരെ അമ്പലത്തിലോട്ട് പോവാണ്. 2 മണിയായി അന്നേരത്തിന് കേട്ടോ. അപ്പത്തേനും അവിടെ സപ്താഹത്തിന് ഇരുന്ന ആൾക്കാരെല്ലാം പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നദാനം തീരാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് സാമ്പാറും, മോരും, അവിയലും, തോരനും, പിന്നെ ഏറ്റവും പ്രധാനമായിട്ടും പ്രഥമനും കിട്ടിയായിരുന്നു കേട്ടോ. അപ്പൊ അതൊക്കെ കൊണ്ട് അവിടോട്ട് ഇരുന്നങ്ങോട്ട് കഴിക്കാൻ തുടങ്ങി കേട്ടോ. എന്താണെങ്കിലും ഈ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന ഈ അന്നദാനം കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണോ? വളരെ സന്തോഷകരമായിട്ട്, രുചികരമായിട്ട് കഴിക്കാൻ പറ്റും. എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണോ? അമ്പലത്തിലെ അന്നദാനത്തിന് ഭയങ്കര ടേസ്റ്റ് അല്ലേ? നല്ല ഭയങ്കര സന്തോഷം തോന്നും കഴിക്കുമ്പോഴേ. പിന്നെ ആ പ്രഥമന് എന്തോരു ടേസ്റ്റ് ആയിരുന്നെന്നറിയോ? അതും ഇരുന്ന് മാക്കം മാക്കം അവിടെ നിന്ന് കഴിച്ചു കേട്ടോ. തുമ്പൂസ് തന്നില്ലായിരുന്നു. പിന്നെ പാത്രമൊക്കെ കഴുകി കൊടുത്തു. ഞാൻ പ്രഥമൻ കഴിച്ചിരുന്നപ്പോൾ ആലോചിച്ചു പാത്രം എടുത്തുകൊണ്ട് വന്നായിരുന്നെങ്കിൽ ഇച്ചിരി പ്രഥമൻ മേടിച്ചുകൊണ്ട് പോകായിരുന്നു കേട്ടോ. കുഞ്ഞി പാത്രം എടുത്തുകൊണ്ട് വന്നായിരുന്നെങ്കിൽ പിന്നെ ഞാൻ നേരെ ഈ അമ്പലത്തിൽ നിന്ന് കഴിച്ചിട്ട് ഇറങ്ങി പാത്രമൊക്കെ കഴുകിയോടെ കൊടുത്തിട്ട് ഞാൻ നേരെ തുമ്പൂസിനെയും കൊണ്ട് നേരെ അമ്മയുടെ അടുത്തോട്ട് വന്നു കേട്ടോ. അച്ഛന്റെ ആണ്ട് തിങ്കളാഴ്ചയാണ്, 3 വർഷമായി മരിച്ചിട്ട്. അപ്പൊ അമ്മ പറഞ്ഞു ഗണപതി ഒരിക്കലും പച്ചരിയൊക്കെ കുതിർത്ത് വെച്ചിട്ടുണ്ട്, അന്ന് പോയി പൊടിച്ചോണ്ട് വരാൻ പറഞ്ഞു. അവിടെ പെയിന്റ് അടി നടക്കുന്നതുകൊണ്ട് പൊടിയാണ്, പനി കൂടുമെന്ന് എനിക്ക് അറിയത്തില്ല. പിന്നെ അമ്മയുടെ കയ്യിന്ന് ചോപ്പർ മേടിച്ചോണ്ട് അതിന്റെ മില്ലിൽ പോയപ്പോഴത്തേന് അവര് പറഞ്ഞു 5:45 വരെ ഇപ്പൊ കെ എസ് ആർ ടി സി അല്ലല്ലോ, KCB-ക്കാര് കറണ്ട് കട്ട് ചെയ്ത് കളയുന്നു. അപ്പൊ പിന്നെ അതുകൊണ്ട് അതും പൊടിക്കാൻ പറ്റിയില്ല, നേരെ ചമ്മി തിരിച്ചിങ്ങ് വന്നു കേട്ടോ. എന്നിട്ട് വന്നപ്പോ കൊണ്ട് നോക്കിയപ്പോ അപ്പുറത്ത് ചുമന്ന് തുടുത്ത് മൾബറി നിൽക്കുന്നു. നിങ്ങൾ ഇത് തന്നെയല്ലേ മൾബറി എന്ന് തന്നെയല്ലേ പറയുന്നത് ഈ സംഭവത്തിന്? അടിപൊളിയായിട്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണോ? പിന്നെ അത് അവിടെ നിന്നുകൊണ്ട് എല്ലാം നുള്ളിപ്പറിച്ച് അത് കഴിഞ്ഞപ്പോൾ തുമ്പു സെന്റായിരുന്നു. ഞാൻ കുറച്ച് ചെന്നപ്പോഴത്തേന് മൊത്തം തട്ടിപ്പറിച്ചുകൊണ്ട് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചിറങ്ങി വന്ന് പിന്നെ വിളക്ക് കത്തിച്ച് നാമമൊക്കെ ചൊല്ലി അത് കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ എനിക്ക് മരുന്ന് കഴിക്കുന്നുണ്ടെന്ന് അറിയാം, ഭയങ്കര വിശപ്പ്. പിന്നെ ചോറും മോരും പയറ് തോരനും മീൻകറിയൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കൂടെ കൂട്ടി അതും മാക്കം മാക്കം അടിച്ച്. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയൊക്കെ ഉള്ളു കേട്ടോ.